ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന നിലമ്പൂർ നിവാസികൾ മാത്രമല്ല, ഈ കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മുഴുവൻ മലയാളികളും ഉറക്കെ കേൾക്കണം. ഈ നാട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന നമ്പർ 1 കേരളത്തിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരും പട്ടിണിപ്പാവങ്ങളുമായിട്ടുള്ള ആദിവാസി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അവരുടെ വീടുകളിലേക്ക് കയറി ചെല്ലണമെങ്കിൽ ഇന്നും ചെങ്ങാടം വേണമെന്ന് പറയുമ്പോൾ, മുളകൾ കെട്ടിക്കൂട്ടിയ ചെങ്ങാടം വേണമെന്ന് പറയുമ്പോൾ, ഈ പിണറായി വിജയനും ഈ പറയുന്ന വി.ഡി. സതീശനുമെല്ലാം എന്ത് കണ്ടിട്ടാണ് നിലമ്പൂരിലെ ജനങ്ങളോട് വോട്ട് ചോദിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് ഇന്നാട്ടിലെ നല്ലവരായിട്ടുള്ള മലയാളികൾ ഉറക്കെ ചിന്തിക്കണം, ഉറക്കെ ചോദിക്കണം. ഈ കുത്തിയൊലിക്കുന്ന മഴവെള്ള പാച്ചിലും സഞ്ചരിക്കാൻ ഒരു പാലമോ തോണിയോ പോലുമില്ലാതെ മുളകൾ കൂട്ടിക്കെട്ടിയ ചെങ്ങാടത്തിൽ യാത്ര ചെയ്യുന്നതാണ് നമ്പർ 1 കേരളത്തിന്റെ വികസനമെങ്കിൽ, ആ വികസനം ഞങ്ങൾക്ക് വേണ്ട പിണറായി വിജയ, ആ വികസനം ഞങ്ങൾക്ക് വേണ്ട സ്വരാജ് എന്നുറക്കെ പറയാൻ വേണ്ടിയിട്ട് നിലമ്പൂരിലെ നിവാസികളെ കൊണ്ട് സാധിക്കണം. വീടെന്ന് പറയുന്ന ടാർപോളിൻ മാത്രം വലിച്ചു കെട്ടിയ രൂപങ്ങൾക്കടിയിൽ കിടന്നുറങ്ങുന്ന എത്രയോ മനുഷ്യ ജീവനുകളാണ് അവിടങ്ങളിലെല്ലാം ഉള്ളത്. പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്കൊന്ന് തുണി മാറുവാൻ വേണ്ടിയിട്ട് പോലും അടച്ചുറപ്പില്ലാത്ത ഒരു മുറിയുള്ള വീടില്ലാതിരിക്കെ, ഇനി രാത്രിയിലെ വന്യമൃഗങ്ങളെ പേടിച്ചിട്ട് വനത്തിന്റെ ഉള്ളില് മരങ്ങൾക്ക് മുകളില് ഏറുമാടങ്ങൾ കെട്ടി താമസിക്കണമെന്നിരിക്കെ, ഇന്ന് ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സ്വന്തമായി കൂരയില്ലാതെ മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി മരങ്ങൾക്ക് മുകളിൽ ഏറുമാടം കെട്ടി താമസിക്കേണ്ട ദുർവിധിയുണ്ടെങ്കിൽ ആ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാണ്. ആ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. ആ സംസ്ഥാനത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കേണ്ട പ്രതിപക്ഷ നേതാവിന്റെ പേര് വി.ഡി. സതീശൻ എന്നാണ്. പറ്റിക്കുകയാണ് ഇവർ നമ്മളെ.